അസ്സലാമലൈക്കും, നമസ്കാരം. ഹലോ ഗേസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത് കാര്യം നമ്മുടെ നാട്ടിലുള്ള ഈ ലോകത്തുള്ള എല്ലാ ആൺകുട്ടികളോട് പറയാനുള്ളതാണ്. മക്കളെ, നിങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നില്ല അല്ല, എല്ലാവർക്കും പഠിക്കാനൊന്നും കഴിയില്ല. എങ്കിലും നിങ്ങളെന്ത് ചെയ്യാം? പഠിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? ആ കൈത്തുകിൽ എന്തെങ്കിലും ഉണ്ടാവും അറിയും, അത് ചെയ്യാം. അതായത് ഇന്നലെ 2 കുട്ടികൾ നമ്മളെ നാട്ടിൽ വന്നെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ജില്ലക്കാരനാണ്, കണ്ണൂർക്കാരനാണ്, ഒന്ന് തൃശ്ശൂർക്കാരൻ. അവർ ചെയ്തത് എനിക്ക് പറയാൻ സംഭവം ഈ പബ്ലിക്കായിട്ട് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്കൊരാളെ കൊണ്ട് നെഗറ്റീവ് പറയാനൊരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അതിൻ്റെ വിവരങ്ങൾ എനിക്കറിയാം. ഒരാളെ കൊണ്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം എനിക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലുള്ള ഇതെനിക്കറിയാം. കാരണം പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. ആ കുട്ടികളെ കുറേ ആൾ കൂടി കുടിക്കാൻ പായുന്ന പാച്ച് ഇവർ ഓടുന്ന ഓട്ടത്തിൽ ഒരുത്തന് ഒളിച്ചിരുന്നു. ഒരുത്തനെന്ത് പണിയെടുത്ത് 10 വയസ്സുണ്ടാവും ചെക്കന്മാർക്ക്. ഒരുത്തന് ട്രെയിന് തട്ടി മരിച്ചു. ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. അപ്പം ഈ കുട്ടിനെ രണ്ടാമത്തെ മറ്റേ ഒളിച്ച് നിൽക്കുന്ന കുട്ടിനെ എല്ലാവരും കണ്ട് അതിനെ പിടിച്ച് അതിൻ്റെ കൈയെല്ലാം കെട്ടി അതിനെ ജയിലിലേക്ക് ഏൽപ്പിച്ചു. കാരണം എനിക്ക് പറയാനുള്ളത്, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാത്തുരക്ഷിക്കട്ടെ, എല്ലാ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്കതേ പറയാനുള്ളൂ. ആ മക്കൾ, ആ വീട്ടുകാർ, ആ ഉമ്മ ഉപ്പ, വീട്ടിലുള്ള അവരുടെ കൂടി കിടക്കുന്ന കുടുംബങ്ങളെല്ലാം കാത്ത് ആ കുട്ടിനെയും കാത്ത് നിൽക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂരുള്ള മോൻ, മറ്റേതാണെങ്കിൽ കണ്ണൂരിലുള്ള ഈ 2 കുട്ടികൾ. ഈ കുട്ടികൾ ഒരു കള്ളാക്കും നമ്മുടെ കയ്യിൽ എത്താതെ നമ്മളെന്ത് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഒരു ജോലിയാക്കാണ്ട് എവിടെ പോയിട്ടൊരു കാര്യമില്ല. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ. പെൺകുട്ടികളിൽ നിന്ന് കീച്ചു കഴിഞ്ഞാൽ അവരെ പീഡിപ്പിക്കുക. ആൺകുട്ടികളാണെങ്കിൽ അവരിങ്ങനെ ഓരോന്നിൽ പെട്ടുപോയിട്ട് ഇടങ്ങാറായി ഓരോരു ബുദ്ധിമോശത്തിലേക്ക് പോകുന്നു. അള്ളാഹു മക്കളെല്ലാം കാത്തിരിക്കും അല്ലേ? ആ വീട്ടിലെ സ്ഥിതി എന്തായി ഇല്ല? ആ മോൻ്റെ അമ്മൂന് പോയി, ആ വീട്ടുകാരുടെ സ്ഥിതി എന്തായി? അള്ളാഹു പഠിച്ചോ. മക്കളെ നിങ്ങളോട് പറയാനുണ്ടായി, നിങ്ങളൊരു ജോലിയാക്കണം. നിങ്ങൾ പഠിച്ച് ഒരു ജോലിയാക്കണം. എന്തെങ്കിലും എന്ത് പഠിനായാലും സാരമില്ല. പിന്നെ എന്തെല്ലാം ജോലികളുണ്ട്. ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയെല്ലാം ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയൊന്നും ഉണ്ടാവില്ല. പഠിച്ചവൻ എല്ലാവർക്കും ഒരു കഴിവ് കൊടുക്കും. എല്ലാ മനുഷ്യർക്കും കഴിവ് കൊടുക്കൂല. ആ കഴിവ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മളെ കഴിവ് നമ്മൾ തന്നെ മക്കളെ കാണും. എനിക്ക് മക്കളോട്, ആൺകുട്ടികളോട് പറയാനിതേ ഉള്ളൂ. നിങ്ങളെ കഴിവ് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, ഹായ്.